ഹായ്! കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈനോമിയൽ എക്സ്പെരിമെന്റ് എന്താണെന്നും അതുപോലെ അതിന്റെ കണ്ടീഷൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിളും ഒക്കെ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ ഫോർമൽ ഡെഫിനിഷനും അതുപോലെ ബൈനോമിയൽ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബൈനോമിയൽ എക്സ്പെരിമെന്റിൽ നമുക്ക് ഫിക്സ്ഡ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും ഉള്ളത്. സോ n ട്രയൽസ് ഞാൻ നടത്തുകയാണെങ്കിൽ ആ n ട്രയൽസിൽ എനിക്ക് കിട്ടുന്ന സക്സസുകളുടെ എണ്ണമാണ് ഞാൻ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ് ബൈനോമിയൽ എക്സ്പെരിമെന്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. ഒരു കോയിനെ ഞാൻ 3 വട്ടം ടോസ് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടുന്ന ഇവന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എനിക്ക് 8 ഔട്ട്കംസ് ആണ് ഉള്ളത്. ആദ്യത്തെ കേസിൽ എന്താണ് 3 ഹെഡാണ് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതുപോലെ രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് 2 എച്ചും മൂന്നാമത്തെ കോയിനിൽ ടെയിൽ കാണിക്കുന്നതുമാണ്. അവിടുത്തെ നമ്മുടെ നമ്പർ ഓഫ് സക്സസസ് 2 ആണ്. കാരണം അവിടെ നമുക്ക് 2 ഹെഡാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ 8 ഔട്ട്കംസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സക്സസുകൾ എഴുതുക. ഇവിടെ നോക്കിക്കേ, ലാസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ടി ആണ്. അതായത് അവിടെ നമുക്ക് ഹെഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സക്സസസ് 0 ആണ്. അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുക? നമുക്കറിയാം എക്സ് എന്ന ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് സക്സസസ് ഇൻ 3 കോയിൻ ടോസസ് ആണ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്? 0, 1, 2 ആൻഡ് 3 ഇങ്ങനെ 4 വാല്യൂസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിളിൽ നമ്മുടെ എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 ഇങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരാം. ബൈനോമിയൽ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് PMF നെ ഡിനോട്ട് ചെയ്യാനായിട്ട് കുറച്ചൊരു 2-3 നൊട്ടേഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷനായ പി ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ പി ഓഫ് എക്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബി ഓഫ് എക്സ് ആൻഡ് പി എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ ആണ് ഈ സ്മോൾ എക്സ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടല്ലോ, അതിൽ എത്ര ട്രയൽസ് എന്നാണ് സ്മോൾ എൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്മോൾ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ PMF നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. പി ഓഫ് എക്സ് is equal to NCX p raised to x into 1 minus p the whole raised to n minus x. ഈ NCX എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയും എഴുതാറുണ്ട്. സോ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? NCX p റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി ദ ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഇത്ര എഴുതിയാൽ പോരാ, നമ്മൾ ഇവിടുത്തെ എക്സ് എടുക്കുന്ന വാല്യൂസ് കൂടി എഴുതിയാലേ PMF എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. സോ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2 എക്സെട്ര ഇങ്ങനെ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് n അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ PMF എഴുതേണ്ടുന്നത്. ഇനി ഇവിടെ ഞാൻ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ് ആണ്, അതുപോലെ സ്മോൾ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഒറ്റ ട്രയലിൽ നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഇപ്പം ഞാൻ കോയിൻ 3 വട്ടമാണ് ടോസ് ചെയ്യുന്നതെങ്കിലും അവിടുത്തെ എൻ്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഒറ്റ വട്ടം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് സക്സസ് അത് എത്രയാണ്? 0.5 അല്ലെങ്കിൽ 1/2. അതാണ് നമ്മൾ സ്മോൾ പി ആയിട്ട് എടുക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ്? സ്മോൾ പി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് പി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ. അതുപോലെ NCX എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. സപ്പോസ് ഞാൻ Q എന്ന് പറയുന്നതിനെയാണ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടുത്തെ 1 മൈനസ് പിക്ക് പകരം ഞാൻ എൻ്റെ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്നതിനെ സ്മോൾ Q ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനെ റീറേറ്റ് ചെയ്ത് എങ്ങനെ എഴുതുന്നു? NCX p റേസ് ടു എക്സ് Q റേസ് ടു n മൈനസ് എക്സ് എന്ന് എഴുതാം. വേർ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. കാരണം നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബിലിറ്റി ആയ 1 ആയിരിക്കും എടുക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
In a quality control test, the probability that a manufactured bolt is defective is 0.2. അതായത് നമ്മളൊരു ഫാക്ടറിയിൽ കുറച്ച് ബോൾസ് ഉണ്ടാക്കുകയാണ്. സോ അതിൽ നമ്മൾ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബോൾട്ട് കിട്ടാനുള്ള എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ സക്സസ് എന്താണ്? ഒരു ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടുന്നതാണ് സക്സസ് ആയിട്ട് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്മോൾ പി എന്ന് പറയുന്നത്. അതുപോലെ ഈ 6 ബോൾസ് ആർ സെലക്ടഡ് അറ്റ് റാൻഡം, അതായത് 6 ബോൾട്ടുകൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് ആണ് തന്നിരിക്കുന്ന 6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 2 ബോൾസ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഞാൻ 6 തവണ ഈ ബോൾട്ട് ചൂസ് ചെയ്യുമ്പോൾ അതിൽ എക്സാക്ട്ലി 2 തവണ ബോൾട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2 ബോൾസ് ആർ ഡിഫക്റ്റീവ്, അതായത് മാക്സിമം 2 ബോൾട്ടുകൾ വരെ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. ഇതൊരു ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണോ എന്ന് നോക്കാനായിട്ട് 4 കണ്ടീഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 6 ആണ്. സോ ഫിക്സ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ നോക്കിയേ, 2 ഔട്ട്കംസ് ഈ കേസിൽ നമുക്കുള്ളൂ. അതായത് ചൂസ് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിഫക്റ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ഡിഫക്റ്റീവ് ആയിരിക്കാം. സോ 2 ഔട്ട്കംസേ ഉള്ളൂ ഇവിടെ. അതുപോലെ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് ഈക്വൽ ടു 0.2, അതായത് നമ്മൾ 6 തവണ ബോൾട്ട് ചൂസ് ചെയ്താലും ഓരോ തവണയും നമുക്ക് ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.2 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇസ് ഈക്വൽ ടു 0.2 എവറി ടൈം. അതുപോലെ നാലാമത്തെ കണ്ടീഷൻ ട്രയൽസ് ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ഒരു വട്ടം നമ്മൾ ബോൾട്ട് ചൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ 4 കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ്? ഒരു ബൈനോമിയൽ എക്സ്പെരിമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്കിനി എന്ത് യൂസ് ചെയ്യാം? ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എക്സ് എന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കിക്കേ. എക്സ് എന്ന റാൻഡം വേരിയബിൾ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് എക്സ് റാൻഡം വേരിയബിൾ ആണ്, അത് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ എന്നിന്റെ വാല്യൂ എഴുതാം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് 0.2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതും എഴുതാം. ഇനി നമുക്കറിയാം നമ്മുടെ പി എം എഫ് എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ്. ഫോർ എക്സ് എടുക്കുന്ന വാല്യൂസ് ഇവിടെ എന്തൊക്കെയാണ്? 0, 1, 2 എക്സെട്ര, അങ്ങനെ മാക്സിമം 6 വരെയാണ് എടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഇതിനെ റീറേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. എൻ എന്ന് പറയുന്നത് എടുക്കുന്ന വാല്യൂ എൻ സി എക്സ് ആണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫോർമുലയിൽ വരുന്നത്. സോ ഈ എൻ സി എക്സിൽ എന്നിന് നമുക്ക് 6 എന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ 6 സി എക്സ്. സ്മോൾ പി എന്ന് പറയുന്നത് 0.2 ആണ്. 0.2 ദ ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് 0.2 എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ ഒന്നുകിൽ 1 മൈനസ് 0.2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.8 ദ ഹോൾ റേസ് ടു 6 മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. വേറെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര 6. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ് ബോൾസ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈ 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്മോൾ എക്സ് ആണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെയാണ് എഴുതിയിരുന്നത്? 6cx 0.2 ദ ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു 0.8 ദ ഹോൾ റേസ് ടു 6 മൈനസ് എക്സ് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 2 ആണ് അല്ലേ. അപ്പോൾ 6c2 0.2 ദ ഹോൾ റേസ് ടു 2 ഇൻറ്റു 0.8 ദ ഹോൾ റേസ് ടു 6 മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം 6c2 എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു ഇങ്ങനെ നമ്മൾ എങ്ങനെ വരെ എഴുതും? ഇൻറ്റു 1 വരെ പോകും. അതുപോലെ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. അതിനെ നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് തന്നെ തൽക്കാലം ഇടാം. അതുപോലെ 6 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആണ് വരിക. അപ്പോൾ ഈ മേളിൽ ന്യൂമറേറ്ററിനെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ്. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതുക ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ രണ്ടിനെ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 6 ഇൻറ്റു 5 ബൈ 2 ഫാക്ടോറിയൽ എന്നാണ് വരിക. 6c2 എന്ന് പറയുന്നത് ഈക്വൽ ടു 6 ഇൻറ്റു 5 ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 ആണ്. സോ ഇത് എന്താണ് നമുക്ക് കിട്ടുക? 30 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്ന് നമുക്ക് കിട്ടും.
അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. സ്മോൾ p ഓഫ് x എന്ന് പറയുന്നത് 6c2 ഇൻറ്റു 0.2 the whole raised to 2 into 0.8 the whole raised to 6 minus 2 which is 4. ഇങ്ങനെയായിരുന്നു. സോ 15 into 0.04 into 0.8 the whole raised to 4 എന്ന് പറയുന്നത് 0.4096. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 0.24576 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ എന്താണ് ഇത്? പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടുന്നത് എന്താണ്? സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2 ബോൾസ്, അതായത് മാക്സിമം 2 ബോൾസ് വരെ ഡിഫക്റ്റീവ് ആവാനുള്ളതാണ് നമുക്ക് നോക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി വേണം, എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി, അതുപോലെ എക്സ് ഈക്വൽ ടു 2നും വേണം. അപ്പോൾ this is equal to probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2. ഇങ്ങനെ മൂന്നെണ്ണവും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ഓഫ് x is equal to 0 എന്ന് പറയുമ്പോഴത്തേക്കും 6c0 0.2 the whole raised to 0 into 0.8 the whole raised to 6 minus 0 ആണ് വരിക. സോ 6c0 എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ് കിട്ടുക. 1 into 0.2 the whole raised to 0. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും. അതുപോലെ 0.8 the whole raised to 6 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.262144 ഇതാണ് കിട്ടുക. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.262144 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് 6c1 0.2 the whole raised to 1 into 0.8 the whole raised to 6 minus 1. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.393216 എന്നുള്ള വാല്യൂ കിട്ടും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 നമ്മൾ ഓൾറെഡി പാർട്ട് എയിൽ കണ്ടുപിടിച്ചതുണ്ട്. സോ അത് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമ്മുടെ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.90112 എന്ന് ആൻസർ കിട്ടും. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. സപ്പോസ് എനിക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ബോൾസ് ഡിഫക്റ്റീവ് ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെന്ന് വിചാരിക്കുക. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് വേണ്ടുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടി വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 വേണ്ടി വരും. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4, പിന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5, പിന്നെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6. ഇത് ഇത്രയും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ടി വരും. സോ അവിടെ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. എന്താണ്? ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതും ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്നും ഞാൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2ന് താഴോട്ടുള്ള പ്രോബിലിറ്റി അങ്ങ് മൈനസ് ചെയ്യുന്നതല്ലേ എളുപ്പം. അപ്പൊ എന്ത് വരും നോക്കിക്കേ? പ്രോബബിലിറ്റി ഓഫ് x greater than or equal to 2 is equal to 1 minus probability of x less than 2. ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം വരും. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ കണ്ടുപിടിച്ചതിൽ നിന്നും വാല്യൂസ് എടുത്ത് നമുക്ക് 1 മൈനസ് ഇതിന്റെ രണ്ടിനും കൂടെ വാല്യൂസ് എടുത്ത് ആഡ് ചെയ്ത് മതി. എന്നിട്ട് 1ൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.34464 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 4-5 വാല്യൂസ് എടുത്ത് ആഡ് ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ ടോട്ടൽ പ്രോബിലിറ്റി ആയ 1ൽ നിന്നും എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എക്സാമിന് സിമ്പിൾ ആയിട്ട് ഇത് ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.